എൻ ഡി എയിൽ തന്നെ 2020 ലാസ്റ്റിലാണ് 2020 വരുന്നത്. 2020യുടെ വരവോട് കൂടി ഘടകകക്ഷികളുമായിട്ട് എൻ ഡി എ നേതാക്കന്മാർക്കുള്ള ആശയവിനിമയം കുറഞ്ഞു. അവസാനം വരെ ചർച്ചകൾ നീട്ടിക്കൊണ്ടുപോയി. എൻ ഡി എ യോഗത്തിൽ ഓരോ പാർട്ടിയോടെ നിങ്ങളെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ആരാണ് എന്ന് ചോദിച്ച് എഴുതിയെടുത്തു. അവസാന നിമിഷം പറഞ്ഞു ഒരു ഘടകകക്ഷികൾക്കും സീറ്റില്ല, അടുത്ത പ്രാവശ്യം പരിഗണിക്കാം. ഇത് എല്ലാ പ്രാവശ്യം പറയുന്ന അതേ നാണയത്തിലാണ്. അതിന് പഴമക്കാർ പറയുന്ന രസമുണ്ട്. വീട്ടിലെ ഗ്രഹനാഥന് കഴിവില്ലാതെ വന്നാൽ അയലത്തുകാരൻ കയറി ഇരുന്ന് നിരങ്ങുമെന്ന്. ഇന്ന് പറയുന്നതിൻ്റെ കൂട്ട് ഒരു സുപ്രഭാതത്തിൽ 2020യുടെ സാബുവാണ് പത്രസമ്മേളനങ്ങൾ നടത്താൻ തുടങ്ങി. എൻ ഡി എ ഞങ്ങൾ നയിക്കും. പിന്നെ വി ഡി സതീശൻ വാപോയ കോടാലി പോലെ കൃത്യമായി പറഞ്ഞതല്ല, ഏതാണ്ട് കുളിയിൽ നിൽക്കുന്ന സമയത്തങ്ങ് ഫലിച്ചു എന്നുള്ളത്. ഒരു വ്യത്യസ്തത അവകാശപ്പെടാനില്ല രാജീവ് ചന്ദ്രശേഖർ വന്നിട്ടും. തീർച്ചയായിട്ടും. നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ദേശീയ പാർട്ടിയായ NPPയുടെ നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ കേരള സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ബിജു ഗോവിന്ദാണ്. ബിജു ചേട്ടാ നമസ്കാരം. നമസ്കാരം. തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു. UDF 102 സീറ്റിൽ വിജയിച്ച് അധികാരത്തിലെത്തി. വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തിരിക്കുന്നു. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായത് നമുക്കറിയാം, MLAമാരുടെ ഭൂരിപക്ഷം MLAമാരുടെ പിന്തുണയോടുകൂടി അല്ല. ഈ മുസ്ലിം ലീഗിൻ്റെ ശക്തമായൊരു സമ്മർദ്ദത്തെ തുടർന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് വി ഡി സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയത് എന്ന ഒരു നരേറ്റീവ്, അങ്ങനൊരു ആഖ്യാനവും വ്യാഖ്യാനവും വളരെ ശക്തമാണ്. NPP ഈ ഒരു വിഷയത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? ഈ വി ഡി സതീശൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം കേരളത്തിന് ഗുണകരമാകുമോ? കോൺഗ്രസിൻ്റെ തമ്മിലടി, ഗ്രൂപ്പിസം അത് വർദ്ധിപ്പിക്കുമോ? KC വേണുഗോപാലിൻ്റെ ഭാവിയിലേക്കുള്ള നിലപാടുകൾ എന്തൊക്കെയായിരിക്കും? എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് അങ്ങയുടെ വിലയിരുത്തൽ എന്താണ്? യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ വലിയ പ്രവർത്തനം കൊണ്ടോ ഒന്നുമല്ല കേരളത്തിൽ പിണറായി വിജയനോടുള്ള ഭരണവിരുദ്ധ വികാരവും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും വലിയ ഘടകമായിട്ടുണ്ട്. അതെ, ഞാൻ ഇടയ്ക്ക് കയറുന്നതിൽ ക്ഷമിക്കണം. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള എങ്ങനെയോ ചർച്ചകളിലൊന്നും വരാതെ അങ്ങ് തമസ്കരിക്കപ്പെടുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കൊണ്ടാണ് പിണറായി വിജയൻ സർക്കാർ താഴെ വീണതെന്നും അവർക്കെതിരെ ഇത്രയും ശക്തമായ ഒരു വികാരം നമ്മുടെ കേരളത്തിൽ ഉയർന്നു വന്നത്, പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഉയർന്നു വന്നതെന്നും ചർച്ച ചെയ്യാതിരിക്കാൻ ആരൊക്കെയോ ബോധപൂർവം ശ്രമിക്കുന്നതായിട്ട് തോന്നുന്നു. നമ്മുടെ NDA, BJP, താങ്കൾ ഉൾപ്പെടുന്ന NDAയും അത് വേണ്ട വിധത്തിൽ ചർച്ചയാക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട്. ഏതോ ഒരു ദൈവാനുഗ്രഹത്താൽ സനാതന ധർമ്മത്തെ എതിർത്ത 3 മുഖ്യമന്ത്രിമാരും നിലം പരിശായി. അതൊരു ദൈവഹിതമാണ്. സനാതന ധർമ്മ വിശ്വാസികൾക്ക് അതൊരു ആശ്വാസകരമാണ്. ദൈവഹിതം വോട്ടർമാർ നിറവേറ്റി കൊടുത്തു. അതിന് ശബരിമല വിഷയവും കേരളത്തിൽ ഒരു കാരണമായി എന്ന് പറയാം. യഥാർത്ഥത്തിൽ ഈ പറയുന്ന കോൺഗ്രസ് ഇത്രയും സീറ്റ് അവരൊരിക്കലും പ്രതീക്ഷിച്ചതല്ല. അവർ പോലും യഥാർത്ഥ കണക്കനുസരിച്ച് 85 സീറ്റ് വരെയൊക്കെയാണ് അവർ 82 സീറ്റാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. പിന്നെ വി ഡി സതീശൻ വാപോയ കോടാലി പോലെ കൃത്യമായി പറഞ്ഞതല്ല, ഏതാണ്ട് കുളിയിൽ നിൽക്കുന്ന സമയത്തങ്ങ് ഫലിച്ചു എന്നുള്ളത്. അത് വലിയൊരു ഇതാക്കി മെറിറ്റാക്കി. അല്ല, അദ്ദേഹം 100-ലധികം സീറ്റ് എന്നേ പറഞ്ഞുള്ളൂ. അല്ലേ, അതൊരു ഇതാക്കി മാറ്റി. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് മത അധ്യക്ഷന്മാർ ഒരു കാരണവശാലും, സമുദായ നേതാക്കന്മാർ ഒരു കാരണവശാലും രാഷ്ട്രീയത്തിൽ ഇടപെടരുത് എന്ന് പറഞ്ഞുകൊണ്ട് വി ഡി സതീശൻ മുന്നോട്ട് പോയി. അതൊരു കണക്കിന് നോക്കുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ അതൊരു ശരിയായ കാര്യമാണ്.
കാര്യം സുകുമാരൻ നായർ പറയുന്നിടത്ത് വോട്ട് കിട്ടത്തില്ല, വെള്ളാപ്പള്ളി പറയുന്നിടത്ത് വോട്ട് കിട്ടത്തില്ല, ഇനി ബിഷപ്പുമാർ പറയുന്നിടത്ത് വോട്ട് കിട്ടത്തില്ല. ഇതൊരു സത്യമാണ്. ആകെ നമുക്ക് വോട്ട് കിട്ടുമെന്ന് പറയാൻ പറ്റുന്നത് ഇന്ന് മുസ്ലിം. പക്ഷെ പാണക്കാട് തങ്ങൾ പറയുന്നിടത്ത് വോട്ട് കിട്ടും, അത് തീർച്ചയായും കിട്ടും. അല്ലെ കാന്താപുരം പറയുന്ന അവർക്ക് ആ മേഖലയിൽ കിട്ടും. യഥാർത്ഥത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു കടന്നുകയറ്റം UDF സർക്കാരിന് അത്ര ഗുണമുണ്ടാവത്തില്ല, ഒരു തലവേദനയായിരിക്കും. അവരുടെ അജണ്ട വളരെ കാര്യമായിട്ട് നിർവഹിക്കാൻ സമർത്ഥമായിട്ട് പ്രധാനപ്പെട്ട വകുപ്പുകൾ തന്നെ. ഇപ്പോൾ വ്യവസായമായാലും വിദ്യാഭ്യാസമായാലും ഒന്നും മുസ്ലിം ലീഗ് വിട്ടുകൊടുക്കത്തില്ല, പൊതുമരാമത്ത് വകുപ്പ് ഒന്നും വിട്ടുകൊടുക്കത്തില്ല. ഇതിൽ അവർ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനുള്ള ശ്രമം പണ്ടും നടത്തിയിട്ടുണ്ട്, ഇനിയും നടത്തും. ആദർശമൊക്കെ പറയുന്ന VD സതീശൻ കണ്ടുകൊണ്ട് നോക്കൂത്തിയായിട്ട് അവിടെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. ഇതിനേക്കാൾ അതിനുദാഹരണം പറഞ്ഞാൽ 2001 ശ്രീ AK ആന്റണി സർക്കാർ അധികാരത്തിലേറ്റപ്പോൾ 100 സീറ്റിൽ മേലുണ്ടായിരുന്നു. അന്ന് പറഞ്ഞു ഒരു കാര്യം, ശക്തമായ ഒരു UDF തരംഗം വന്ന് അന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളായ കുഞ്ഞാലിക്കുട്ടി 12ഓളം സ്ഥാപനങ്ങൾ വിൽക്കാൻ വേണ്ടി ശ്രമം നടത്തി. അത് അന്നത്തെ ബാഹ്യമായ ഇടപെടൽ കൊണ്ട് നടക്കാതെ പോയെങ്കിൽ ബാഹ്യമായ ഇടപെടൽ എന്ന് വെച്ചാൽ VSന്റെ ശക്തമായ പ്രതിരോധം ഉണ്ട്. അതൊരു പ്രധാന ഇതായിട്ട് നിന്നു. അങ്ങനെ ഒരു ഇതോടൊന്നും നടക്കാതെ പോയെങ്കിൽ ഈ സർക്കാർ അധികാരത്തിലെത്തി കുറേ കഴിയുമ്പോൾ പല പൊതുമേഖലാ സ്ഥാപനങ്ങളും മുസ്ലിം ലീഗ് വിൽക്കാനായിട്ട് വെക്കും. അവർക്ക് സാമ്പത്തികമാണ് ലക്ഷ്യം. ആ സാമ്പത്തിക ലക്ഷ്യാടിസ്ഥാനത്തിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ കോൺഗ്രസിൽ തന്നെ വളരെ ശക്തമായ തമ്മിലടി വരികയും ഇതൊരു 2.5 വർഷത്തിനപ്പുറത്ത് ഈ ഭരണം പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പം തന്നെ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഇവരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസ് ഇത്രയും സീറ്റിൽ അധികാരത്തിലേറ്റിയതുകൊണ്ട് ജനങ്ങളെ മുമ്പിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഇവർ ഐക്യമായിട്ടൊക്കെ നിന്ന് നല്ല നല്ല കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതല്ലാതെ ഇന്ന് ഉള്ളിൽ ഒന്നുമില്ല. അതിനകത്ത് ആജന്മ ശത്രുതയോടുകൂടിയാണ് ഇവരെല്ലാം നീങ്ങുന്നത്. പക്ഷേ ഈ ഭരണം തുടങ്ങി കഴിയുമ്പോഴാണ് 1 വർഷത്തോളം അനങ്ങാതൊക്കെ ഇരിക്കും. പിന്നെ ശ്രീമാൻ സതീശൻ മാറണമെന്നുള്ള ആവശ്യം ശക്തമായി ഒരു തിരുത്തൽ ഗ്രൂപ്പ് വീണ്ടും ഉണ്ടാവും. അതൊരു പുതിയ പോർമുഖം തുറക്കും UDFലും കോൺഗ്രസിലും. അത് ആ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പിന്നീട് ഗുണമുണ്ടാകുന്നത് യഥാർത്ഥത്തിൽ BJP നയിക്കുന്ന NDAക്ക്. അത് എന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ പറഞ്ഞത്? കാരണം അപ്പുറത്ത് CPM എന്ന് പറയുന്ന ഒരു കക്ഷി നയിക്കുന്ന ഇടതുമുന്നണി, അതായത് ഈ കഴിഞ്ഞ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടി കേരളം രൂപീകരിച്ചതിന് ശേഷം മാറി മാറി ഇടത് വലത് മുന്നണികൾ ഭരിച്ചു. ഈ മുന്നണി രാഷ്ട്രീയം വരുന്നത് 60കളുടെ ഒടുവിലാണ് എങ്കിൽ പോലും ആ കാലം തൊട്ട് മാറി മാറി ഒരു 50 വർഷമെങ്കിലും അവർക്ക് അത് അവകാശപ്പെടാൻ കഴിയും ആ പാരമ്പര്യം. അങ്ങനെ ഒരു ഇടതുമുന്നണി അപ്പുറത്ത് അധികാരത്തിലിരുന്ന് 10 വർഷം തുടർച്ചയായിട്ട് ഭരിച്ചിട്ട് പുറത്തു പോയൊരു ഇടതുമുന്നണി അപ്പുറത്ത് നിൽക്കുമ്പോൾ BJPക്ക് എങ്ങനെയാണ്, അല്ലെങ്കിൽ BJP നയിക്കുന്ന NDAക്ക് ഇതെങ്ങനെയാണ് ഗുണം ചെയ്യുക? ഈ 10 വർഷം ഭരിച്ചു എന്ന് പറഞ്ഞാൽ പോലും ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയിൽ പഴയകാല മാർക്സിസ്റ്റ് ആശയങ്ങൾ കൊണ്ടു നടക്കുന്ന സഹാക്കന്മാരില്ല, നേതാക്കളില്ല. ഇന്ന് നേതാക്കന്മാരുമില്ല, അണികളുമില്ല. ഇന്ന് താഴെ തട്ടിൽ പോലും പണാധിപത്യം ആണ് അവരുടെ ഒരു രീതി. അത് പറഞ്ഞാൽ കണ്ണൂർ രാഷ്ട്രീയത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ തന്നെ ആലപ്പുഴയിലെ അവസ്ഥ, പാർട്ടിക്ക് ഒരു ചെറു വിരൽ പോലും അനക്കാൻ ഈ സുധാകരനെതിരെ കഴിഞ്ഞിട്ടില്ല. വലിയ പരാജയമാണ്. 29,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം. ഇപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവിനെ, പിണറായിക്ക് ഇത്രയും അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പിണറായി അല്ലാതെ ഒരു പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കാൻ ഒരു നേതാവ് പോലും ശബ്ദമുയർത്താൻ പറ്റിയില്ല. അത് മാത്രമല്ല, പിണറായി അല്ലാതെ മറ്റൊരാൾ ജയിച്ചു വന്നിട്ടില്ല. പിന്നെ ആകെ ജയിച്ചത് ഒരു KN ബാലഗോപാലാണ്. P രാജീവ് തോറ്റു, MP രാജേഷ് തോറ്റു, പിന്നെ ഇദ്ദേഹം നമ്മുടെ എന്താ പറയണ്ടേ TP രാമകൃഷ്ണൻ തോറ്റു. അങ്ങനെ പ്രഗത്ഭരുടെ ഒരു നിര തന്നെ തോറ്റു CPMൽ നിന്ന്. പിന്നെ അവരെ ആരെ തിരഞ്ഞെടുക്കും? അങ്ങനെ ഒരു പ്രശ്നമില്ലേ? അവർക്ക് ബാലഗോപാലിനെ തിരഞ്ഞെടുക്കാമായിരുന്നല്ലോ.
ബാലഗോപാലൻ നേരത്തെ രാജ്യസഭാ മെമ്പറായിരുന്നു, ധനമന്ത്രിയായിരുന്നു, ഒക്കെ സീനിയറായിട്ടുള്ള അതെ, ആളാണ്. മന്ത്രിസഭയിൽ രണ്ടാമനായിരുന്നു അദ്ദേഹം. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിണറായിക്ക് ഇത്രയും ശാരീരിക അവശതകളുള്ള ആള്, പ്രായവും 82 വയസ്സായി ആയി. അപ്പം വീണ്ടും അതിനൊന്നും മുതിരാത്തത് പിണറായി പറയുന്നിടത്ത് മാത്രമേ കാര്യങ്ങൾ നടക്കുന്നുള്ളൂ. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി പോലും പോളിറ്റ് ബ്യൂറോ എന്നൊക്കെ പറയുന്നത് കേരളത്തിൽ തീരുമാനിക്കുന്നു, കുറിപ്പ് അങ്ങോട്ട് കൊടുക്കുന്നു എന്നുള്ളതല്ലാതെ അവിടെ നിന്ന് പ്രഖ്യാപിക്കുന്നു. ഇപ്പം പശ്ചിമ ബംഗാളായാലും ത്രിപുരയായാലും BJP, അതെ രണ്ടിടത്തും ഇനി തിരിഞ്ഞു നോക്കണ്ട. അപ്പം കേരളത്തിലും അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി ഈ പാർട്ടി ഇല്ലാതാകും എന്നുള്ളതാണ് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നത്. അത് ഈ നേതൃദാരിദ്ര്യവും ഒപ്പം തന്നെ ആശയപരമായ ഒരു ചോർച്ചയും പ്രത്യയശാസ്ത്ര പരാജയവും ഒക്കെ അതിൻ്റെ കാരണം തീർച്ചയായിട്ടും. അപ്പം ഈ രണ്ടാം ഘട്ട പിണറായി സർക്കാർ ഇനിയും ഇതൊരു മുന്നോട്ട് പോകത്തില്ല എന്നുള്ളതിൽ മുഴുവൻ അഴിമതികളാണ് നടത്തിയത്. അഴിമതി ഇല്ലാത്തൊരു കാര്യമില്ല. അതായത് പോകുന്ന പോക്കിൽ പരമാവധി കൊള്ളയടിക്കുക. ആ കൊള്ളയടിയാണ് യഥാർത്ഥത്തിൽ വെറുക്കപ്പെട്ടവനായിട്ട് പിണറായി വിജയൻ മാറിയത്. ആ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കി വെച്ചാൽ ജനം കൂടുതൽ CPM-ൻ്റെ സ്നേഹിക്കുന്ന പാർട്ടി, സ്നേവ് CPM എന്ന് പറഞ്ഞ് നിൽക്കുന്ന പലർക്കും ഇത് ഇഷ്ടപ്പെടത്തില്ല. കാര്യം ഇത് ഈ വെറുപ്പ് അധികരിക്കുകയുള്ളൂ, കൂടുകയുള്ളൂ. അത് കോൺഗ്രസിനൊരു മുഖം രക്ഷിക്കാൻ സഹായമാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കും. അവിടെയാണ് മറ്റൊരു പ്രശ്നം, പ്രധാന പ്രശ്നം. CPM ഈ തരത്തിൽ വലിയ പ്രതിസന്ധി നേരിടുകയും പാർട്ടി തന്നെ ഒരു എന്താ പറയുക വലിയ ജീർണത നേരിടുകയും ചെയ്യുന്ന അവസരത്തിൽ ആ ഒരു പ്രതിപക്ഷത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം ആത്മാർത്ഥതയോടുകൂടി ഏറ്റെടുക്കാൻ കേരള BJP നയിക്കുന്ന NDAക്ക് അല്ലെങ്കിൽ കേരളത്തിലെ BJPക്ക് കഴിയുമോ? കേരളത്തിലെ BJP പൂർണ്ണമായും പറഞ്ഞാൽ വളരെ രാജീവ് ചന്ദ്രശേഖർ പ്രസിഡൻ്റായിട്ട് വന്നപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക്, സാധാരണ പ്രവർത്തകർക്ക് ഒരു ആവേശമൊക്കെ ഉണ്ടായിരുന്നു. അല്ല, ജനങ്ങൾക്ക് പൊതുവെ ഒരു ഉണർവുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി NDAയിൽ തന്നെ ആദ്യകാലങ്ങളിൽ ഞങ്ങൾക്കൊക്കെ വളരെ മെച്ചമായിട്ടാണ് തോന്നിയത്. കാര്യം NDAയിൽ സീറ്റ് ചർച്ച, ഈ NDA യോഗത്തിൽ തന്നെ ശ്രീ അമിത്ഷാജി കേരളത്തിലെ ഘടകകക്ഷികൾക്കെല്ലാം സീറ്റ് നൽകണമെന്നും മഹാരാഷ്ട്രയിലും ബീഹാറിലും ഘടകകക്ഷികളുമായിട്ടുള്ള കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് ഭരണം പിടിച്ചതെന്നൊക്കെ അമിത്ഷാജി പറയുകയും ഘടകകക്ഷികൾക്ക് സീറ്റ് ഉറപ്പായിട്ടും നൽകുമെന്നുള്ള രീതിയിൽ തന്നെ കൂട്ടായ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഘടകകക്ഷികളുടെ ചർച്ചയിൽ പിന്നീട് പങ്കെടുത്തില്ല. അതായത് ഈ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഇത്തരം സീറ്റ് ചർച്ചകൾ കൂടുതൽ വന്നപ്പോൾ അദ്ദേഹത്തിന് ഡൽഹിക്ക് പോയി പല പല കാരണങ്ങൾ പറഞ്ഞു. അപ്പോൾ ഘടകകക്ഷികൾ അതെല്ലാം ആവശ്യപ്പെട്ടു. പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത് NDAയിൽ തന്നെ 2020 ലാസ്റ്റിലാണ് 2020 വരുന്നത്. 2020യുടെ വരവോട് കൂടി ഘടകകക്ഷികളുമായിട്ട് NDA നേതാക്കന്മാർക്കുള്ള ആശയവിനിമയം കുറഞ്ഞു. അവസാനം വരെ ചർച്ചകൾ നീട്ടിക്കൊണ്ടുപോയി. NDA യോഗത്തിൽ ഓരോ പാർട്ടിയോടെ നിങ്ങളെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ആരാണ് എന്ന് ചോദിച്ച് എഴുതിയെടുത്തു. അവസാന നിമിഷം പറഞ്ഞു ഒരു ഘടകകക്ഷികൾക്കും സീറ്റില്ല, അടുത്ത പ്രാവശ്യം പരിഗണിക്കാം. ഇത് എല്ലാ പ്രാവശ്യവും പറയുന്ന അതേ നാണയത്തിലാണ് ഈ കാര്യം. അതായത് ഇപ്പോൾ അങ്ങയുടെ പാർട്ടി NPP, നാഷണൽ പീപ്പിൾസ് പാർട്ടി ഉണ്ട്, ശിവസേനയുണ്ട്, NCP ഉണ്ട്. NCP ഔദ്യോഗിക വിഭാഗം NDAയിലാണ്. അതെ കറക്റ്റ്, പവാറിൻ്റെ. പക്ഷേ LJP ഉണ്ട്, ലോക് ജനശക്തി പാർട്ടി, രാംവിലാസ് പാസ്വാന്റെ പാർട്ടിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പാർട്ടികൾ ഒക്കെ പരിഗണിക്കാം എന്ന് പറയുകയും പിന്നീട് NDAയിലെ ഒരു മുന്നണി രാഷ്ട്രീയത്തിലേക്ക് 2020 വന്നതിന് ശേഷം പിന്നെ ശരിക്കും ഇതങ്ങ് ചുരുങ്ങി. BJP 2020 BDJS. അതാണ് NDA യോഗത്തിൽ വിളിച്ച് ശരിക്കും സാബു ജേക്കബിനെ എന്തെങ്കിലും ചുമതല നൽകിയായിട്ട് ഞങ്ങൾക്കറിയില്ല. 2020യുടെ പിന്നെ വീട്ടിൽ ഇപ്പം നമ്മുടെ ഒരു പഴമക്കാർ പറയുന്ന രസമുണ്ട്. വീട്ടിലെ ഗ്രഹനാഥന് കഴിവില്ലാതെ വന്നാൽ അയലത്തുകാരൻ കയറി ഇരുന്ന് നിരങ്ങുമെന്ന്.
എന്ന് പറയുന്നതിൻ്റെ കൂട്ട് ഒരു സുപ്രഭാതത്തിൽ 2020 സാബുവാണ് പത്രസമ്മേളനങ്ങൾ നടത്താൻ തുടങ്ങി. NDA ഞങ്ങൾ നയിക്കും. NDAയുടെ സ്ഥാനാർത്ഥിയെ പുള്ളി സ്വയം NDAയിൽ യോഗത്തിൽ സീറ്റ് ചർച്ചയൊന്നും ഇല്ലാതെ വന്നിട്ട് 2020 സ്ഥാനാർത്ഥികളെ അഖിൽ മാരാർ കൊട്ടാരക്കരയെ മത്സരിക്കും. ഞങ്ങൾ 3 പേർ എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ പറഞ്ഞ് ഞങ്ങൾക്ക് 3 പേർക്കും പണമുണ്ട്. ആ പണമുള്ള ഞങ്ങൾക്ക് ആരുടെയും സമ്പത്തിൻ്റെ ആവശ്യമില്ല. അപ്പം ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികൾ എന്താ വെച്ചാൽ വലിയ പാർട്ടിയും ചെറിയ പാർട്ടിയും, നമ്മൾ ഈ ചെറുകിട വ്യവസായം വൻകിട വ്യവസായം ഒന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ചിരി തോന്നിയത് കിഴക്കമ്പലത്തുള്ള ഒരു പാർട്ടി, ദേശീയ പാർട്ടിയായ ഞങ്ങളെപ്പോലുള്ള മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ഉള്ള പാർട്ടി പുള്ളി സ്വയം പ്രഖ്യാപിച്ചു, കിഴക്കമ്പലം പാർട്ടി ഞങ്ങളുടെ പാർട്ടി, വലിയ പാർട്ടി. ആ രീതിയിലേക്കുള്ള പ്രവർത്തനം പോയി. അതും സഹിക്കാം, ഓക്കെ, സീറ്റുകൾ ചർച്ച വന്നു, എൻ്റെ എല്ലായിടത്തും ശരി എന്ന് പറഞ്ഞ് ഒറ്റക്കെട്ടായി മുഴുവൻ ഘടകകക്ഷികളും ഒറ്റക്കെട്ടായി നീങ്ങിയപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ അതേസമയം ഘടകകക്ഷി നേതാക്കന്മാർ നിങ്ങളുടെ സ്ഥാനാർത്ഥി ആരെന്ന് ചോദിച്ച NDA നേതാക്കന്മാർ ഇവരുടെ കാര്യത്തിൽ ആ ഒരു തീരുമാനമെടുത്തില്ല. ഇവർ പറഞ്ഞത്രയും സീറ്റ് കൊടുത്തു, അവിടെ ആരെ മത്സരിപ്പിക്കണമെന്ന് അവർ. പക്ഷേ യഥാർത്ഥത്തിൽ അത് BJPക്ക് ഭയങ്കര ദോഷം ചെയ്തു. കാരണം സാധാരണ ജനങ്ങൾ ഇപ്പോൾ കൊടുങ്ങല്ലൂർ BJP ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ട് മാറ്റണം. ഒരു ഇന്നലെ വന്ന സ്ഥാനാർത്ഥി ചോരെഴുതി തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങി, അല്ല, ഇന്നലെ വന്ന സ്ഥാനാർത്ഥിക്ക് ഇന്നലെ വന്ന ഒരു പാർട്ടിക്ക് ഇന്നലെ വന്ന പാർട്ടി അവരുടെ സ്ഥാനാർത്ഥിയെ വേണമെന്ന് വാശി പിടിക്കുകയും അത് വിട്ടുകൊടുക്കുകയും ചെയ്തു. തൃപ്പൂണിത്തുറ പോലുള്ള മണ്ഡലം അവിടുത്തെ BJPയുടെ സാധാ പ്രവർത്തകർക്ക് ഭയങ്കര ആവേശമുണ്ടായി. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി പിടിച്ചെടുത്തു. ഒരുപാട് മുന്നേറ്റം ഉണ്ടാക്കാൻ നടന്ന മണ്ഡലം വിട്ടുകൊടുത്തു. തിരിച്ച് ഇതിലേതെങ്കിലും ഒരു ഘടകകക്ഷിയാണ് ഇത് ചോദിക്കുന്നതെങ്കിൽ തരാൻ പറ്റത്തില്ല എന്ന് തീർത്തു പറയുന്ന പാർട്ടി. സാധാരണ ജനങ്ങൾ പോലും പല പ്രവർത്തനത്തിന് വേണ്ടിയാണ് ഇന്ന് വിചാരിക്കുന്നത് വികസിത കേരളം എന്ന മുദ്രാവാക്യം പോലെ ചില നേതാക്കന്മാർ വികസിച്ചു. മനസ്സിലായി, ചില നേതാക്കന്മാർക്ക് വികസനം ഉണ്ടായി, അതുകൊണ്ടാണ്. അല്ല അപ്പോൾ സത്യത്തിൽ ഈ 2020 കടന്നു വരവ് BJPക്ക് ഗുണമല്ല, ദോഷമാണ് ചെയ്തത്. കാര്യം ഈ ഇലക്ഷന് വളരെ സീരിയസ് ആയി അവിടെ ഒരു കാര്യം കൂടി ഞാൻ വ്യക്തമായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നു. 2020 വരവോടുകൂടി ക്രിസ്ത്യൻ വോട്ട് മധ്യ കേരളത്തിൽ വലിയ രീതിയിൽ BJPക്ക് ലഭിക്കും എന്നായിരുന്നു പ്രചാരണം. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അങ്ങനെ സംഭവിച്ചോ? എന്താണ് അങ്ങയുടെ വിലയിരുത്തൽ? സാബുവിൻ്റെ വരവോടുകൂടി ക്രിസ്ത്യൻ വോട്ടുകൾ UDFിലേക്ക് പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. യാക്കോബ സഭയും ഓർത്തഡോക്സ് സഭയും തമ്മിൽ ഒരുപാട് കേസുകൾ നടക്കുക. അതായത് വലിയ ഇപ്പം യാക്കോബ സഭയുടെ മെത്രോപൊലിത്തയും കൊണ്ട് സാബു ശ്രീമാൻ നരേന്ദ്രമോദിജിയൊക്കെ കാണാൻ പോയിട്ട് മുഴുവൻ ക്രിസ്ത്യാനികളും ഞങ്ങളുടെ കൂടാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തി. ഇപ്പം കത്തോലിക്ക വലിയ സഭയെ കത്തോലിക്ക സഭ അങ്ങനെയുള്ള സഭകളെല്ലാം സാബു ജേക്കബിന് എതിരാണ്. കാര്യം ഞങ്ങൾ തിരുവമ്പാടി സീറ്റിൽ നമ്മൾ പറഞ്ഞത് കത്തോലിക്ക സഭയുടെ വക്താവായ ഡോക്ടർ ചാക്കോ കാളാമ്പൽ സാറിനെ മത്സരിപ്പിക്കാനായിരുന്നു. ഇത് ഞങ്ങൾ MPPയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഈ വിഷയം BJP ആയിട്ട് ചർച്ച ചെയ്തതാണ്. സ്ഥാനാർത്ഥി ആരാണെന്ന് BJP അതിന് അനുകൂലമായ തീരുമാനവും പറയാം, ഉറപ്പായിട്ടും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ സണ്ണി എന്ന് പറയുന്ന ഒരാളിനെ ആ നാട്ടുകാരൻ പോലും അല്ലാത്ത, ഇപ്പം സാറാണെങ്കിൽ 10-30 വർഷം അവിടുത്തെ കോളേജിൻ്റെ പ്രിൻസിപ്പാളായിരുന്നു, സഭയുടെ വക്താവായിരുന്നു. അങ്ങനെ ആ പ്രദേശവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകരും കോളേജിലെ പ്രിൻസിപ്പാൾ എന്നുള്ള നിലയിലും ഒക്കെ ആ നാടുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചാരിറ്റി പ്രവർത്തനമൊക്കെ നടത്തുന്ന മനുഷ്യനാണ്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് സണ്ണി എന്ന് പറയുന്നൊരു ആളാണ് എവിടെ പോയി മത്സരിച്ചത്, 2020 സ്ഥാനാർത്ഥിയായത്. ശരി, ഞങ്ങൾ പറഞ്ഞു ഓക്കെ, അപ്പോൾ ജയിക്കുമെന്ന്. അപ്പോൾ NDAയുടെ നേതാക്കന്മാർ ഇത്രയും സീറ്റ് എന്തിനാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇവർക്ക് 50,000 വരെ ഓരോ മണ്ഡലത്തിലും ഓൺലൈൻ മെമ്പർഷിപ്പ് ഉണ്ട്. നമുക്കറിയാമല്ലോ, ഈ ഓൺലൈൻ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ ആ വോട്ട് മാത്രം കിട്ടിയാൽ മതി, ജയിക്കാം.
പിന്നെ BJP വോട്ട് കൂടെ കിട്ടുമ്പോൾ ജയിക്കുമെന്ന് പറഞ്ഞു. നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ചിരി വന്നു. ആ നേതാവ് പറഞ്ഞത് നമ്മൾ കേട്ടു. ആരാണെന്ന് നമ്മൾ വെളിയിൽ പറയുന്നില്ല. പക്ഷേ കേരളത്തിലെ മുഴുവൻ BJP സാധാ പ്രവർത്തകരും ഈ 2020 അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, വികസിത കേരളം എന്ന മുദ്രാവാക്യം പോലെ വികസിതമായത് കുറേ നേതാക്കന്മാരാണ്. ഈ തിരുവമ്പാടിയിൽ സണ്ണിക്ക് എത്ര വോട്ട് കിട്ടി? അല്ല, അത് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഇവരുടെ എല്ലാ സ്ഥാനാർത്ഥികളുടെയും വോട്ട് ഏതാ? രണ്ടാമത് കിഴക്കമ്പലത്ത് 2 MLA ജയിപ്പിച്ച് കൊണ്ടുവരും, അത് ഉറപ്പാണ്. സാബു കുറേ പശ്ചിമ ബംഗാളികളെയും ആസാമികളെയും ഒക്കെ അയാളുടെ കമ്പനിയുടെ ജോലിക്കാരെയൊക്കെ ഇറക്കി കുറേ ബസ്സിൽ ആളിനെ കൊണ്ട് ആൾക്കൂട്ടം കാണിച്ചുകൊണ്ടൊന്നും വോട്ടാവത്തില്ല. പിന്നെ ഞങ്ങൾക്ക്, പുള്ളി എപ്പോഴും പറയുന്നത്, ഞങ്ങൾക്ക് പൈസയുടെ ആവശ്യമില്ല, ഞങ്ങൾക്ക് അഴിമതി നടത്തേണ്ട ആവശ്യമില്ല. രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങിയ കേരളത്തിലെ പഴയ മുഖ്യമന്ത്രിമാരും എല്ലാ പാർട്ടിയിലിരിക്കുന്ന പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്ന കാശുണ്ടാക്കാൻ അല്ല, അങ്ങനെ പറയാൻ കഴിയില്ല. അങ്ങനെയാണ് ശ്രീമാൻ നരേന്ദ്രമോദിജിയും അമിത്ഷാജിയും രാഷ്ട്രീയ പ്രവർത്തനം വ്യവസായം ചെയ്തിട്ടല്ലോ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങിയത്. അല്ല, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രസ്താവനകൾ വരുമ്പോൾ പോലും സാബു ജേക്കബിനെ വിലക്കാൻ ആരും ഉണ്ടായില്ല. ഇത് ചോദ്യം NDA യോഗത്തിൽ തീർച്ചയായും ഇതിന് ചോദ്യം ഉണ്ടാവും കൃത്യമായി. ഇനി നല്ല രീതിയിൽ അതുപോലെ തന്നെ NDA കൺവീനർ ഒരു അലങ്കാര വസ്തുവായിട്ടായിരിക്കും. NDAയുടെ ഘടകകക്ഷി നേതാക്കന്മാരുമായിട്ട് ഒരു ആശയവിനിമയം നടത്തുന്നില്ല. ഇപ്പോൾ നമ്മുടെ BDJസിൻ്റെ തുഷാറിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അദ്ദേഹം ഈ ഇലക്ഷന് അദ്ദേഹത്തിൻ്റെ സീറ്റ് മേടിക്കുക, അല്ലെങ്കിൽ ബാക്കി ഘടകകക്ഷികൾ ആർക്കൊക്കെ എങ്ങനെ, അല്ലെ നിങ്ങളുടെ അവരെ ആവശ്യം ഏകോപിപ്പിച്ച് കൊണ്ടുപോകേണ്ട ഒരു ശ്രമവും നടത്തിയില്ല. അപ്പോൾ ഇതൊരു കടലാസ് പുലി പോലെ പോയാൽ കേരളത്തിൽ വിജയിക്കാൻ പ്രയാസമായിരിക്കും. ഇപ്പം അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിന് സമയമില്ലെങ്കിൽ വേറെ ആരെങ്കിലും വെക്കട്ടെ. ഞാൻ പറഞ്ഞത്, ഒരു കൺവീനർ എന്ന് പറഞ്ഞ ഒരു ജോലി കൊടുത്താൽ കൺവീനർ തന്നെ ആയിരിക്കണം. അതെ, അതിപ്പോൾ നമുക്കറിയാം. UDF കൺവീനർ അടൂർ പ്രകാശാണ്. അദ്ദേഹം അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് പ്രവർത്തിക്കുകയായിരുന്നു. LDF കൺവീനർ അതുപോലെ. ഇതിനകത്ത് ഇനിയും BJP കേരളത്തിൽ രക്ഷപ്പെടണമെങ്കിൽ UDFിലെ ഘടകകക്ഷികളെ പോലും LDFിലെ ഘടകകക്ഷിയെ പോലും തീർച്ചയായിട്ടും NDAയിലെ ഘടകകക്ഷികൾക്ക് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് ഒറ്റക്കെട്ടായി ടീം NDA എന്ന ഒരു ആശയത്തിൽ പോയാൽ VD സതീശൻ ടീം UDF എന്ന് പറഞ്ഞതുപോലെ തന്നെ ടീം LDF ആണല്ലോ. ഇപ്പം ഞാൻ അതിന് ഉദാഹരണം പറയാം. ഇപ്പോൾ പത്തനാപുരത്ത് ഗണേശ് ആണെങ്കിലും പിന്നെ ആന്റണി രാജു ആണെങ്കിലും ഇവരുടെ MLA കടന്നപ്പള്ളി രാമേന്ദ്രൻ ആണെങ്കിലും ചെറിയ ചെറിയ പാർട്ടികളെല്ലാം അവർ ഇത് ചെയ്യുന്നില്ലേ? LDF പരിഗണിച്ചു, UDFും പരിഗണിച്ചു. UDF അപ്പം ഇതിനകത്ത് അപ്പം അതുകൊണ്ടാണല്ലോ CP ജോണൊക്കെ ജയിച്ചു വന്നത്. തീർച്ചയായിട്ടും ആ ഒരു സംവിധാനം തന്നെ ബീഹാറിലും മഹാരാഷ്ട്രയിലും ഒക്കെ NDA കൃത്യമായി കൈകാര്യം ചെയ്തു. കേരളത്തിൽ വരുമ്പോൾ ഇതിന് വളരെ ശക്തമായി നല്ല രീതിയിൽ വന്നിട്ട് ഇത് എങ്ങനെ പെട്ടെന്ന് ഡൈവേർട്ട് ചെയ്തു എന്ന് അറിയത്തില്ല. ഈ 2020യുടെ വരവ് BJPക്ക് 15 സീറ്റ് കിട്ടേണ്ട, ഒരു 15 സീറ്റിൽ ജയിച്ചു വരേണ്ട BJP 3ലേക്ക് ഒതുങ്ങി. അതെന്താണെന്ന് വെച്ചാൽ ഈ സീരിയസ് ആയിട്ട് ഇലക്ഷനെ നേരിടുന്ന NDA നേരിടുന്നില്ല. ഇതൊരു പിള്ളാരുകളി പോലെ. ഇപ്പം ഇന്ന് രാവിലെ സ്ഥാനാർത്ഥിയായിട്ട് വീണയെ പ്രഖ്യാപിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ വീണയ്ക്ക് വോട്ട് പോലുമില്ല. വീണ നായർ, അത് കഴിഞ്ഞ് ലക്ഷ്മി നായർ വരുന്നു, അവർക്കുമില്ല. ഇത് ശരിക്കും കേരള ജനതയിൽ അവമതിപ്പുണ്ടാക്കി. അതിന് BJP നേതൃത്വം നൽകുന്ന NDA ഒരു കുട്ടിക്കളിയാണ് എന്ന് വിചാരിച്ചു. അത് അപ്പോൾ അത്രയും നെഗറ്റീവ് ഉണ്ടായാൽ അത് മാത്രമല്ല, ഈ ഘടകകക്ഷികളുടെ ചില ആൾക്കാർ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നു, ഞാൻ ഇന്നടത്ത് മത്സരിക്കും. അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ സീരിയസ് ആയിട്ട് നിന്ന പിന്നെ വോട്ടുകൾ, സീരിയസ് ആയിട്ട് കിട്ടേണ്ട NDAക്ക് കിട്ടേണ്ട വോട്ടുകൾ യഥാർത്ഥത്തിൽ UDFിലേക്ക് അവർ മാറ്റിക്കുത്തി. NDAക്ക് വോട്ട് ഷെയർ കുറഞ്ഞത് തീർച്ചയായിട്ടും ഞാൻ വിലയിരുത്തുന്നത് അങ്ങനെയാണ്. നമ്മളൊരു ഇലക്ഷനെ മത്സരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ആരെയാണ് ഇത് ചെയ്യേണ്ടത്? ഭരണവിരുദ്ധ വികാരത്തിനെതിരെ ആഞ്ഞടിക്കണമായിരുന്നു. അത് ആഞ്ഞടിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സ്ഥാനാർത്ഥികൾ അതുപോലെ പ്രഗത്ഭന്മാരായിരിക്കും. അതെ. അപ്പോൾ ആ ഭരണവിരുദ്ധ വികാരം മുതലെടുക്കാൻ കരുത്തുള്ള ആൾക്കാരായിരിക്കണം സ്ഥാനാർത്ഥികൾ. അപ്പോൾ NDAയുടെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിന് ഇങ്ങനെ തന്നെ പാളിച്ച് വന്നപ്പോൾ സാധാരണ ജനം എന്നും എല്ലാ പ്രാവശ്യവും BJP ഇലക്ഷൻ മത്സരിക്കുന്നതിലൂട്ടാണ് ഈ പ്രാവശ്യവും മത്സരിച്ചത്. ഒരു വ്യത്യസ്തത അവകാശപ്പെടാനില്ല രാജീവ് ചന്ദ്രശേഖർ വന്നിട്ടും. തീർച്ചയായിട്ടും. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നല്ലതായി ഇരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കമുണ്ടായിരുന്നു. അദ്ദേഹം ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്തെങ്കിൽ പോലും
ഈ 2020-യുടെ ഈ വരവ് BJP ഒരു വിഭാഗം BJP നേതാക്കളുടെ ഇടപെടലും തീർച്ചയായിട്ടും ദോഷകരമായി. അതൊരു യഥാർത്ഥത്തിൽ അതൊരു NDAക്ക് ദോഷകരമായ ഒരു മെസ്സേജാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ NPP പോലൊരു ദേശീയ പാർട്ടിക്ക്, NCPക്ക്, ശിവസേനയ്ക്കൊക്കെ പ്രാതിനിധ്യം കൊടുക്കാതെ അവരെല്ലാം ഒതുക്കി. ഇത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ BJP നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുമോ? ഇതൊരു പരാതി ആകുമോ? എന്താണ് താങ്കളുടെ ഭാവിയിലേക്കുള്ള? അത് തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ നേതാക്കന്മാരെ ഇത് വിവരം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ദേശീയ തലത്തിൽ NDAയുടെ യോഗം നടക്കുമ്പോൾ ശ്രദ്ധയിൽപ്പെടുത്തും. പക്ഷേ ഇപ്പോൾ ഇന്നലെ NDA യോഗം ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ പറഞ്ഞത് വളരെ ശക്തമായി വീണ്ടും ഒറ്റക്കെട്ടായിട്ട് തന്നെ പോകും, അല്ല ഒറ്റക്കെട്ടായിട്ട് പോകാനും ഇതിനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ നമ്മൾ അതിനെ കാണുന്നുണ്ട്, അതിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രവർത്തനം നല്ല രീതിയിലല്ല എങ്കിൽ വീണ്ടും ഫലം അടുത്ത തെരഞ്ഞെടുപ്പിൽ മോശമാവും. എന്നാൽ ഇപ്പോൾ ഏതാണ്ട് 3 വർഷം കഴിഞ്ഞാൽ, ഏതാണ്ട് ഇനിയിപ്പോൾ 1000 ദിവസങ്ങൾ കഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് കേരളത്തിൽ. അപ്പോൾ അവിടെ ഈ പറഞ്ഞതുപോലെ NDA ഒറ്റക്കെട്ടായിട്ട് മത്സരിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ ദോഷം വരും. കാരണം ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് കേരളത്തിൽ LDF UDF എന്നൊരു സംഗതിയില്ല, പകരം ഇന്ത്യ മുന്നണിയായിരിക്കും. മറുവശത്ത് BJP നയിക്കുന്ന NDA മുന്നണി. അപ്പോൾ കൃത്യമായിട്ട് കേരള രാഷ്ട്രീയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 ധ്രുവങ്ങളിലായിരിക്കും. ഒരു വശത്ത് BJP നയിക്കുന്ന NDA സഖ്യവും മറുവശത്ത് കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യവും. അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെ സംഭവിക്കുന്നത്. കാര്യം ഈ ഇലക്ഷനിലെല്ലാം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണല്ലോ, ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ബൈമാരാണ്. വാളയാറ് കഴിഞ്ഞാൽ അതവർ ബായിയാണ്. അല്ല, അതുകൊണ്ടാണല്ലോ രണ്ടുപേരും വിജയിനെ പിന്തുണയ്ക്കാൻ ഓടിച്ചെന്നത്. അതെ. ഇപ്പോൾ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായാലും VD സതീശൻ മുഖ്യമന്ത്രി ഇതായാലും ഒന്ന് മാറിയെന്നേ ഉള്ളൂ. രണ്ടും തുല്യമാണ്. ഒരാള് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പ്രതിപക്ഷ നേതാവായി, മറ്റേ ആള് പ്രതിപക്ഷ നേതാവായിരുന്നത് മുഖ്യമന്ത്രിയായി. അത്രേ ഉള്ളൂ. അല്ലാതെ ഈ കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന CPM-ന് എന്ത് കേന്ദ്രത്തിൽ ഇത് ചെയ്യാനാ പറ്റുന്നത്? പ്രസക്തി നഷ്ടപ്പെട്ടു പോയി. തീർച്ചയായിട്ടും ഇപ്പോൾ ദേശീയ പദവി നഷ്ടപ്പെട്ടു. അതെ. കനലൊരു തരി കെട്ടതോടുകൂടി ദേശീയ പദവി. അപ്പോൾ ആ ദേശീയ പദവി ഇനി ഉണ്ടാക്കാൻ ഒരിക്കലും CPM-ന് കഴിയില്ല. ഇത് CPM എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം, ഒരു പാർട്ടി കേരളത്തിൽ ഇനി പതുക്കെ ശുഷ്കിച്ച് ആ പാർട്ടി പൂർണ്ണമായിട്ടും. കാര്യം ഇന്ത്യയിൽ ജവഹർലാൽ നെഹ്റുജിയുടെ പ്രതിപക്ഷ നേതാവായിട്ട് അലങ്കരിക്കപ്പെട്ടത് AKG ആണ്. അന്ന് 14 സ്റ്റേറ്റിൽ CPM ഉണ്ടായിരുന്നു. ഇന്നത് കേരളത്തിൽ മാത്രമായ അവസ്ഥയായി. അവിടെയും കിട്ടു, സത്യത്തിൽ കെട്ടു. 25 MLA-മാരുണ്ടെന്നേ ഉള്ളൂ. അതെ, അവിടെയും കെട്ടു. അപ്പോൾ ഇനിയും ഇത് തിരിച്ചുവരവിൻ്റെ ഒരു പാത ഒരിക്കലുമില്ല. ഈ 14 സ്റ്റേറ്റിൽ നിന്ന് ശരിക്കും പടവലങ്ങയുടെ അവസ്ഥയാണ്. താഴോട്ടാണ് വന്നത്. ഏറ്റവും താഴെ എത്തി. കോൺഗ്രസിൻ്റെ അവസ്ഥയും അത് തന്നെയാണ്. കേരളത്തിൽ NDA ശക്തിപ്പെട്ടത് സാധാരണ ജനങ്ങളുടെ ആവശ്യവും എല്ലാ മതേതരത്വ കക്ഷികളുടെ ആവശ്യമാണ്. എന്ന് വെച്ചാൽ ഇസ്ലാമിക് ജിഹാദികൾ ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരും ഇനി NDA സാധിച്ചു. അല്ല, അതിലേക്ക് ഞാൻ വരുന്നു. ആ ചോദ്യത്തിനും കൂടെ ഉത്തരം പറഞ്ഞ് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഇപ്പോൾ UDF-ന് ഈ പറഞ്ഞതുപോലെ വലിയ മെജോറിറ്റി കിട്ടി. ഇന്നിപ്പോൾ മതന്യൂനപക്ഷങ്ങൾ, അത് മുസ്ലിം ക്രിസ്ത്യൻ, ഈ 2 പേരും UDF-നൊപ്പമാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിൻ്റെ ഒരു അപ്രമാദിത്വത്തെ ഈ ക്രിസ്ത്യൻ പാർട്ടികൾ, UDF-നുള്ളിൽ നിലകൊള്ളുന്ന ക്രിസ്ത്യൻ പാർട്ടികൾ, കേരള കോൺഗ്രസ് പോലെയുള്ള ക്രിസ്ത്യൻ പാർട്ടികൾ എങ്ങനെയാണ് ഇനി അതിനെ കൈകാര്യം ചെയ്യുക? അവർക്ക് ഈ പറയുന്നത് പോലെ മുസ്ലിം ലീഗിൻ്റെ അപ്രമാദിത്വത്തിന് വഴങ്ങിക്കൊടുക്കേണ്ടി വരില്ലേ? അതിനെ മറികടക്കാനുള്ള കരുത്ത് ഈ കേരള കോൺഗ്രസ് പോലെയുള്ള പാർട്ടികൾക്കുണ്ടാകുമോ? കേരള കോൺഗ്രസ് പാർട്ടികൾ എല്ലാം ശിഥിലമായി. മാണി പൂർണ്ണമായിട്ട് 2 മുന്നണിക്കും വേണ്ടാത്ത അവസ്ഥയായി. ഇപ്പം കേരള കോൺഗ്രസ്സിൽ 3 4 കേരള കോൺഗ്രസ് ഒന്നുമല്ലാതായി.
അതിൽ പിടിച്ചു നിന്നത് ജോസഫും അനൂപ് ജേക്കബും മാത്രമാണ്. ഇപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഴുവൻ ക്രിസ്ത്യാനികളും പണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയിലുണ്ടായിരുന്നു. 3/4% അവർ കേരള കോൺഗ്രസ് ക്രിസ്ത്യാനികളുടെ പാർട്ടി ആയിരുന്നു എന്ന്. ഇന്ന് ക്രിസ്ത്യൻസ് യഥാർത്ഥത്തിൽ NDA ശ്രമം നടത്തിയെങ്കിൽ പോലും, ക്രിസ്ത്യാനികളെ യോജിപ്പിച്ചു കൊണ്ടുവരാൻ ശ്രമം നടത്തിയെങ്കിൽ പോലും വിജയിച്ചില്ല. എന്നാൽ മുനമ്പം പ്രശ്നത്തിലെല്ലാം BJP ആണ് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ. അതെ, BJP മാത്രമാണ് എന്ന് പറയാം തീർച്ചയായിട്ടും. പക്ഷെ എന്നിട്ടും അതിൻ്റെ യാതൊരു പ്രയോജനവും BJPക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ്. ഇന്ന് BJP നേതാക്കന്മാർ, NDA നേതാക്കന്മാർക്ക് ആത്മബന്ധങ്ങൾ കുറവാണ്. നേതാക്കന്മാരുമായിട്ടുള്ള ചെന്നു കണ്ടു സഹായിക്കുമോ ഇല്ലയോ എന്നുള്ള അവസ്ഥ പല കാര്യങ്ങളിലും വ്യക്തമല്ല. ഒരു ചായ കുടിച്ചു പിരിഞ്ഞു. അതിൻ്റെ കാരണം യഥാർത്ഥത്തിൽ ഞാൻ പറയാം, ക്രിസ്ത്യൻ നേതാക്കന്മാർ ഇപ്പോൾ തന്നെ യഥാർത്ഥത്തിൽ സാബു ജേക്കബിന് ഇത്രയും ഒരു മുന്നണിയിലോട്ട് വന്നു, വലിയൊരു പ്രൊപ്പഗൻഡ കൊടുത്തത്. ഇദ്ദേഹം അങ്ങ് ക്രിസ്ത്യൻ നേതാക്കന്മാരുടെ ക്രിസ്ത്യാനികളുടെ അപ്പോസ്തലൻ എന്നുള്ള രീതിയില്ല. നമുക്കറിയാം ഇത് സംഭവിക്കാൻ പോകുന്നില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ നമുക്കറിയാമല്ലോ, അദ്ദേഹം ഈ 6 മാസത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ BJPയെയും RSSനെയും ഏറ്റവും കൂടുതൽ എതിർത്ത് സംസാരിച്ചിട്ടുള്ള ആളാണ് സാബു. വർഗീയവാദികളെന്നുണ്ട്. അതിനു മുമ്പ് ശ്രീമാൻ പിണറായി വിജയനെ മൂത്രമൊഴിക്കാൻ വരെ ഞാനാണ് കൊണ്ടുപോയത്, അമേരിക്കയിൽ ആശുപത്രിയിൽ പോയപ്പോൾ കൊണ്ടുപോയത് ഞാനാണെന്ന് പറഞ്ഞ ആളാണ് ആര്? സാബു ജേക്കബ്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇന്നത്തെ ഒരു വ്യവസായികളും വ്യവസായം ചെയ്തു മുഖ്യമന്ത്രിയെ അമേരിക്കയിൽ പോകുമ്പോൾ ബാത്റൂമിൽ കൊണ്ടുപോകാനൊന്നും കൂടെ പോയിട്ടില്ല. അങ്ങനെ പോയത് തന്നെ എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞത് എല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ ഇതിൻ്റെ നേതൃസ്ഥാനത്തേക്ക് വന്ന് ഞങ്ങൾ നയിക്കും എന്ന് പറയുമ്പോൾ തന്നെ ജനത്തിൻ്റെ മനസ്സിലൊരു വികാരമുണ്ട്. പണാധിപത്യം നടക്കും, ഷോട്ട് നടക്കും. അവിടെയാണ് NDAക്ക് പറ്റിയ പരാജയം. ആ പരാജയത്തെ തിരുത്താനുള്ള മാർഗങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവണം. അല്ല എങ്കിൽ NDA ശക്തമായി രണ്ടാമത് വരാൻ കഴിയും എന്നുള്ളതാണ്. തെറ്റുകൾ തിരുത്തി നല്ല രീതിയിൽ പോയാൽ 3 MLAയിൽ നിന്ന് അടുത്ത പ്രാവശ്യം 30 50 ഇപ്പോൾ ത്രിപുരയിലൊക്കെ വളരെ ത്രിപുരയിൽ വാസ്തവത്തിൽ 0-ൽ നിന്നാണ് ഭരണം പിടിച്ചത്. അപ്പോൾ അതൊരു കേരളത്തിലും, ബംഗാളിൽ 0-ൽ നിന്ന് 3 77 77 207 എന്ന് പറയുന്നതിൻ്റെ കൂട്ട് തന്നെ അടുത്ത പ്രാവശ്യം വളരെ ഇതുണ്ടാക്കാൻ പറ്റും. പക്ഷെ അതിനകത്ത് ഒരു ചിട്ടയായ പ്രവർത്തനം NDA കാഴ്ചവെക്കണം. ചിട്ടയായ പ്രവർത്തനവും എല്ലാവരെയും ടീം UDF എന്ന് പറയുന്നതിൻ്റെ കൂട്ട് ടീം NDA അതിനൊരു മികച്ച കൺവീനർ വേണം. അതല്ലാതെ ഞങ്ങൾ നയിക്കും, നിങ്ങളൊക്കെ ഞങ്ങൾ നയിക്കും എന്ന് പറഞ്ഞ് NDAയിൽ ഒരാളെയും ഞങ്ങളെ ആരെയും വിളിച്ചിട്ട് വേണ്ട ഇത് ഇന്നാർക്ക് ചാർജ് കൊടുത്തിട്ടുണ്ട് നയിക്കാൻ, ഞങ്ങൾ 3 പേർ നയിക്കും, ഇത് പറയാൻ അയാളെ ആര് ചുമതലപ്പെടുന്നു ഞങ്ങൾക്കാർക്കും അറിയില്ല. ഇത് BJPയിലെ സാധാ പ്രവർത്തകർക്കും BJPയിലെ നേതാക്കന്മാർക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഇന്നലെ വരെ BJPയെയും RSS പരിവാർ സംഘടനകളെയും അധിക്ഷേപിച്ച സാബു ഇന്ന് ഞങ്ങൾ നയിക്കുമെന്ന് പറഞ്ഞ് വലിയ അപ്പോസ്തലനാകാൻ വന്നാൽ സാധാ പ്രവർത്തകർ ഒട്ടും ഉൾക്കൊള്ളില്ല. നമുക്ക് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എൻ്റെ ചോദ്യത്തിൽ അടങ്ങിയിരുന്ന ഒരു ഇത്, ഈ UDFൻ്റെ ഭാവി, ഈ പ്രത്യേകിച്ചും ഈ ഒരു വശത്ത് മുസ്ലിം ലീഗിൻ്റെ അപ്രമാദിത്വം, അതുണ്ടാക്കാൻ പോകുന്ന ചില എന്താ പറയുക എതിർപ്പുകൾ, പ്രത്യേകിച്ചും കേരള കോൺഗ്രസ് പാർട്ടികൾക്ക്, ക്രിസ്ത്യൻ പാർട്ടികൾക്ക് ഉണ്ടാക്കാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ, എന്തായിരിക്കും UDFൻ്റെ ഭാവി? അങ്ങ് പറഞ്ഞു ഒരു 2.5 വർഷത്തിൽ കൂടുതൽ സതീശന് സ്വസ്ഥമായിട്ട് ഇത് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നാണ് അങ്ങയുടെ വിലയിരുത്തൽ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എടുത്തു ചോദിക്കുകയാണ്, ലീഗിൻ്റെ ഈ അപ്രമാദിത്വത്തെ
UDF-ലെ മറ്റ് ഘടകകക്ഷികൾ എങ്ങനെ സ്വീകരിക്കും, പ്രത്യേകിച്ചും ക്രിസ്ത്യൻ പാർട്ടികൾ? യഥാർത്ഥത്തിൽ ഈ സതീശൻ്റെ ഭരണം തുടങ്ങിയത് വെളിയിൽ നിൽക്കുമ്പോൾ വാഗ്ദാനങ്ങൾ നൽകാം. കേരളത്തിൽ ഇന്ന് 6 ലക്ഷം കോടി രൂപയുടെ കടമാണ്. ഇവിടെ സുഗമമായ ഭരണം നടത്തണമെങ്കിൽ കേന്ദ്രത്തിൻ്റെ സഹായം നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂ, നല്ല രീതിയിൽ പ്രവർത്തനം കൊണ്ടുപോകാൻ പറ്റും. 2, വാർദ്ധക്യ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന കാലത്ത് പോലും 7 മാസം മുതൽ 18 മാസം വരെ മുടങ്ങിക്കിടന്ന ഉണ്ടായിരുന്നു. ഇപ്പം പിണറായി സർക്കാരിന്റെ കാലത്തും കുടിശ്ശിക ഉണ്ടായിരുന്നു, വലിയ കുടിശ്ശിക ഉണ്ടായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ പിണറായി സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന കെട്ടിട ക്ഷേമനിധി, ഒരു തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ഒന്നിലും പൈസയില്ല, എല്ലാം എടുത്തു. ഈ ഭരണത്തിൽ ഏൽക്കുമ്പോൾ ഇത് ഖജനാവ് കാലിയാണ്. അതിൻ്റെ കൂടെ KSRTC സൗജന്യ യാത്ര ഇതൊന്നും നടപ്പാകാൻ പോയില്ല എങ്കിൽ അത് വലിയ തിരിച്ചടിയാണ്. ഈ പറഞ്ഞ വാഗ്ദാനം, ഇന്ദിരാ ഗ്യാരണ്ടി, ഇതെല്ലാം പറഞ്ഞത് ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ, ഗ്യാരണ്ടി പൂർത്തീകരിച്ചു കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ കെജ്രിവാളിൻ്റെ അവസ്ഥയാവും. ഉപ്പുവെച്ച കലം പോലെ പോകും. അപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും പൂർത്തീകരിക്കാൻ ഇവരെ കൊണ്ട് സാധിക്കത്തില്ല. ഇന്നത്തെ നിലയ്ക്ക് നമ്മുടെ സാമ്പത്തിക സ്ഥിതി വെച്ചുകൊണ്ട് നടക്കത്തില്ല. പിന്നെ കനിവ് എന്ന് പറയുന്നത് കേന്ദ്രം കനിയണം. അത് പിന്നെ ഇവിടെ വലിയ വ്യവസായ സംരംഭങ്ങളൊന്നും കേരളത്തിലില്ല, വരാനുള്ള സാധ്യതയും കാണുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വെറുതെ ഇത്ര ലക്ഷം പിന്നെ തൊഴിലവസരങ്ങൾ കൊടുക്കുമെന്നും പറഞ്ഞ് പിണറായി ബ്ലണ്ടർ അടിച്ചു പോയതല്ലാതെ ഒരു കാര്യമില്ല. അത് വളരെ കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ അതിനുള്ള മറുപടി ജനം കൊടുത്തല്ലോ. ഇതിനേക്കാൾ കഷ്ടമായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുന്ന മറുപടി. അതിൽ ഒറ്റക്കെട്ടായിട്ട് BJPക്ക് അധികാരത്തിൽ വരാൻ ഒരു സുവർണ അവസരമാണ്. ഈ 5 വർഷം മര്യാദയ്ക്ക് പണിയെടുത്താൽ തീർച്ചയായിട്ടും ഈ ശബരിമല സ്വർണ്ണക്കൊള്ള പോലെയുള്ള വിഷയത്തിൽ പോലും BJP വലിയ ഒരു ആവേശമൊന്നും കാണിച്ചിരുന്നില്ല. തീർച്ചയായിട്ടും. അപ്പോൾ അത്തരം വിഷയങ്ങളിലൊക്കെ BJP സജീവമായിട്ട് ഇടപെടുകയും ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് NDA ഒറ്റക്കെട്ടായിട്ട് ജനമധ്യത്തിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്താൽ അങ്ങ് പറയുന്നത് പോലെ തിരിച്ചു വരാമെന്നാണ്. തീർച്ചയായിട്ടും. നമുക്ക് NDAയുടെ ഘടകകക്ഷി NPP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് നമ്മളോട് ഇത്രയും കാര്യങ്ങൾ വിശദമായി സംസാരിച്ചത്. നമുക്ക് വീണ്ടും കൂടുതൽ വിവരങ്ങളുമായിട്ട് പിന്നാലെ വരാം. നന്ദി, നമസ്കാരം.